ഇപ്പോൾ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡീൻ കുര്യാക്കോസ്, ഈ അപകടത്തെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്? ഞാനിപ്പോ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂർ ദൂരത്തപ്പുറത്താണ് ഞാനുള്ളത്. അപ്പൊ ഈ കാര്യത്തില് ഇപ്പൊ സംഭവിച്ചത് പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായ മണ്ണിടിച്ചിലാണ്. അവിടെ പരമാവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. പക്ഷെ ഒരു കുടുംബത്തിലുള്ള ആളുകൾ അവിടെ തന്നെ തങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഏതായാലും മേഖല താങ്കൾക്ക് സുപരിചിതമായിരിക്കുമല്ലോ സ്വാഭാവികമായും. ഇവിടെ ഈ ആ, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണോ പ്രധാനമായും നിൽക്കുന്നത്? ദേശീയപാത നിർമ്മാണത്തിനിടയിലാണ് ഇതിപ്പോ. എന്തായാലും ഈ ഏഹ്, മണ്ണ് നല്ല നിലയിൽ വിണ്ട് കീറിയിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ടോപ്പ് ഭാഗം നല്ല നിലയിൽ വിണ്ട് കീറി അത് ആഴത്തിലായിരിക്കുന്നു എന്നുള്ളത് ആണ് പിന്നീട് മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ആളുകളെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഒരു ശാസ്ത്രീയ പരിശോധനയും അതോടൊപ്പം തന്നെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ അപ്പോ ദുരന്ത ഈ നിവാരണ അതോറിറ്റിയുടെ കൂടുതൽ സേവനം ഇവിടെ എന്താണെങ്കിലും ലഭ്യമാക്കേണ്ടതുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഒരു തലത്തിൽ തന്നെ കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമായിട്ടുണ്ട്. കാരണം ഏതായാലും പ്രിക്കോഷൻ എടുക്കാൻ കഴിഞ്ഞത് നന്നായി. അത്രയും കുടുംബങ്ങളെ ഇവിടെ മാറ്റി പാർപ്പിച്ചത്. ഈ ഒരു അപകടാവസ്ഥ ഇന്ന് സത്യത്തിൽ മഴയില്ല. പക്ഷെ ഉം. മഴയില്ലാതെയാണ് ഈ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് അതിഭീകരമായ അതാണ് ഏറ്റവും നിലയിൽ ഭൂമി പ്രധാനപ്പെട്ട വിട്ട് ഒരു കാര്യം. കീറിയിട്ടുണ്ടെന്നുള്ള. ഇത് മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു അപകടമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ താങ്കൾക്കും അറിയാൻ സാധിക്കുന്നത്? ഇന്നും മഴയില്ല. പക്ഷെ ഭൂമി നല്ല നിലയിൽ വിണ്ട് കീറിയിരിക്കുന്നു. അത് ഉം. ഇന്നാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഉം. ആ ഒരു നിലയിൽ ഇന്നലെ ചെറിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു താഴ്ഭാഗത്ത്. ഉം. അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഈ മലയുടെ ടോപ്പ് ഭാഗം നല്ല നിലയിൽ വിണ്ട് കീറി താഴേക്ക് ഇരുന്നിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടത്. അപ്പോൾ അതെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചത്. പക്ഷേ ഇപ്പോ ഈ വൈകുന്നേര സമയത്ത് ഈ അത്യാഹിതം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏതായാലും മഴയില്ലാത്തത് കൊണ്ട് ഭീകരമായ ഒരു അപകടം ഒഴിവായി എന്ന് വേണം കരുതാൻ. ശരി, വളരെയധികം നന്ദി. ഡീൻ കുര്യാക്കോസ് MP ആണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ 24നോട് പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. കാരണം മഴയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ മണ്ണ് കൂടുതൽ നനയാനും കൂടുതൽ വലിയൊരു അപകടത്തിലേക്കൊക്കെ കടക്കാനും ഒക്കെ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നിലവിൽ കടന്നിട്ടില്ല. എന്നാലും ഇവിടെ നിന്ന് 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. പക്ഷേ ആ അപകടത്തിൽ 2 പേർ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വീട്ടിൽ നിന്ന് വേണ്ട രേഖകൾ ശേഖരിക്കാൻ എത്തിയവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ക്യാമ്പിലേക്ക് മടങ്ങാനിരുന്നവരാണിവർ. ദൗർഭാഗ്യവശാൽ അവർ വീട്ടിലെത്തിയ സമയത്ത് തന്നെയാണ് ഈ മണ്ണിടിഞ്ഞു വീണത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരിക്കൽ കൂടി ലാൽ കൃഷ്ണൻ ചേരുകയാണ്. ലാൽ, നിലവിലെ സാഹചര്യം എന്താണ്? ലാൽകൃഷ്ണനിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആ, ഇത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മണ്ണിടിഞ്ഞു വീണതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കുന്നത്. ഈ അപകടമുണ്ടായിരിക്കുന്നത് ലക്ഷം വീട് കോളനിയിലാണ്. മണ്ണിടിച്ചിൽ ഇന്നലെ നേരിയ തോതിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ മലയ്ക്ക് ഒരു ചെറിയ വിള്ളലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഉടൻ തന്നെ പഞ്ചായത്ത് ഇവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതിനാലാണ് അവിടെ വലിയൊരു അപകടം ഒഴിവായത്. ഇല്ലെങ്കിൽ ആ 22 വീടുകൾ അപകടാവസ്ഥയിലായിരുന്നു. ആ ആ ആ, അവിടെ കഴിഞ്ഞിരുന്ന മനുഷ്യരൊക്കെ അപകടാവസ്ഥയിലേക്ക് തന്നെ എറിയപ്പെട്ടിരുന്നേനെ. ഇപ്പോൾ എന്തായാലും ആ കാര്യത്തിലൊരു ആശ്വാസം. പക്ഷേ 2 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ആ റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒപ്പം ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. അധികാരികളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ MLA A രാജ കൂടി ടെലിഫോൺ ലൈനിലേക്ക് ചേരുകയാണ്. ശ്രീ A രാജ, താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? നിലവിലെ അവസ്ഥ എങ്ങനെയാണെന്നാണ് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം? അവിടെ 2-3 ദിവസങ്ങളായിട്ട് മണ്ണിടിച്ചിലുണ്ട്. ആദ്യത്തെ ദിവസം മണ്ണിടിച്ചിലുണ്ടായപ്പോൾ തന്നെ ആ പ്രദേശത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ച് മറ്റു വഴിയിലൂടെയാണ് കടത്തിവിട്ടത്. പിന്നീട് ഇന്നലെയും മണ്ണിടിച്ചിലുണ്ടായി. അപ്പൊ ഇന്ന് പൂർണ്ണമായി ആ പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് മണ്ണ് മാറ്റുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ തൊട്ട് താഴെ താമസിക്കുന്ന ആളുകൾക്ക് ഭീഷണി വരും, ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും നോട്ടീസ് അറിയിപ്പ് നൽകി അവരെ ക്യാമ്പിലേക്ക് മാറ്റുന്ന പ്രവർത്തനമായിരുന്നു. ഒരു 1.5 മണിക്കൂർ മുമ്പ് വരെ ഞാൻ ഈ സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ ആളുകളെയൊക്കെ മാറ്റിക്കൊണ്ടിരുന്നു. ഈ പ്രദേശത്ത് ആകെ 22 വീടുകളാണോ അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്നത്? 22 വീടുകളെന്ന് പറഞ്ഞാൽ
ഈ വീടുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നിലവിൽ സൈഡ് വാളെല്ലാം NHന്റെ വർക്കിന്റെ ഭാഗമായി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ മണ്ണ് ഇങ്ങനെ സ്ലീപ്പായിട്ട് കിടക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീട്ടിലേക്ക് താഴോട്ട് ഇറങ്ങും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അവരെല്ലാം ആ പ്രദേശത്ത് നിന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ ഇടയ്ക്കാണ് വീണ്ടും ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.